സ്വാഗതം. ഈ ലക്കം ബിയോണ്ട് ഹെഡ്ലൈൻസ് തുടങ്ങുന്നു. 60 വയസ്സ് കഴിഞ്ഞ 50 ലക്ഷം പേരുള്ള നാടാണ് കേരളം. അതായത് കേരളത്തിന് പ്രായം കൂടുന്നു എന്നർത്ഥം. 2020 ആകുമ്പോൾ സംസ്ഥാനത്തെ ജനസംഖ്യയുടെ 22% വയോജനങ്ങളാവും. നമ്മുടെ പൊതുജനാരോഗ്യ സംവിധാനത്തിൻ്റെ മികവ് ജനങ്ങളുടെ ആയുർദൈർഘ്യം കൂട്ടുന്നതിൽ വിജയം കൈവരിച്ചു. പക്ഷേ വർദ്ധിച്ചു വരുന്ന വയോജനങ്ങളെ മാനസികാരോഗ്യമുള്ളവരായി നിലനിർത്താൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് അന്വേഷിക്കുകയാണ് ബിയോണ്ട് ദി ഹെഡ്ലൈൻസ്. ശരീരാരോഗ്യം പോലെ തന്നെ പ്രധാനമാണ് മാനസികാരോഗ്യവും. ശാരീരിക രോഗങ്ങളെ ചികിത്സിക്കുവാനും പ്രതിരോധിക്കുവാനും പ്രശംസനീയമായ ഇടപെടലുകൾ നടത്തുവാൻ കേരളത്തിലെ ചികിത്സാ രംഗത്തിന് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ മാനസികാരോഗ്യ മേഖല ഈ വിജയം ഇനിയും കൈവരിച്ചിട്ടില്ല. കേരളത്തിലെ ജനങ്ങളുടെ ആയുർദൈർഘ്യം കൂടി വരുന്ന സന്ദർഭത്തിൽ ഈ മേഖലയ്ക്ക് വർദ്ധിച്ച പ്രാധാന്യം നൽകേണ്ടതുണ്ട്. ലോകമെമ്പാടും വയസ്സായ ആൾക്കാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും സ്ത്രീകളുടെ ആയുസ് പുരുഷന്മാരെക്കാൾ കുറച്ചും കൂടി കൂടുതലായതുകൊണ്ട് വയസ്സായ സ്ത്രീകളുടെ എണ്ണമാണ് കൂടി വരുന്നത്. 2015 കണക്കനുസരിച്ച് 12%, ആകെ ജനസംഖ്യയുടെ 12% 60 വയസ്സിന് മുകളിലുള്ള, നമ്മൾ ഈ മുതിർന്ന പൗരന്മാർ എന്ന് പറയുന്ന വിഭാഗത്തിൻ്റെ എണ്ണം. ഇത് ഓരോ വർഷവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഒരു പ്രൊജക്റ്റഡ് പോപ്പുലേഷൻ വെച്ച് 2050 ആകുമ്പോഴേക്ക് ലോക ജനസംഖ്യയുടെ 22% പ്രായമായവരായിരിക്കും, 60 വയസ്സിന് മുകളിലുള്ളവരായിരിക്കും എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. വൃദ്ധജനങ്ങളുടെ എണ്ണം കൂടിക്കൂടി വരുമ്പോൾ വൃദ്ധരല്ലാത്തവരുടെ എണ്ണം കുറഞ്ഞു വരുന്നതാണ്. താരതമ്യപ്പെടുത്തുമ്പോൾ കുറഞ്ഞു വരും. അപ്പോൾ നമ്മുടെ ഇപ്പോൾ കേരളം മാതിരിയുള്ള സംസ്ഥാനങ്ങളിലും മറ്റ് വികസിത രാജ്യങ്ങളിലും നമ്മൾ കാണുന്നത് വൃദ്ധരുടെയും ഉൽപ്പാദനക്ഷമതയുള്ള ആളുകളുടെയും എണ്ണം തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ, താരതമ്യപ്പെടുത്തുമ്പോൾ ഉൽപ്പാദനക്ഷമതയുള്ള ആൾക്കാർ, അതായത് 18 വയസ്സിനും 45 വയസ്സിനും ഇടയ്ക്കുള്ള ആൾക്കാർ വളരെയധികം ഉൽപ്പാദനക്ഷമതയുള്ള ആൾക്കാരാണ്. അവരുടെ എണ്ണം നോക്കുമ്പോൾ അവരുടെ എണ്ണം താരതമ്യേന കുറയും. ഇപ്പോൾ 1:6 1:6 അങ്ങനെയുള്ള റേഷ്യോയിലേക്ക് വരും. ഇതിനർത്ഥം പ്രായമുള്ള ആൾക്കാരെ പരിരക്ഷിക്കാനായിട്ടുള്ള മാനവ വിഭവം അത് ആ സമൂഹത്തിൽ ഇല്ല എന്നുള്ളതാണ്. ആയുർദൈർഘ്യം കൂടുന്നതോടൊപ്പം തന്നെ കേരളത്തിലെ മുതിർന്ന പൗരന്മാരിൽ വിവിധ തരത്തിലുള്ള ലഘു മാനസിക രോഗങ്ങളും ഗുരുതരമായ മാനസിക രോഗങ്ങളും കണ്ടുവരുന്നു. ലഘു മാനസിക രോഗങ്ങളിൽ ഏറ്റവും പ്രധാനം ഉത്കണ്ഠ രോഗങ്ങളാണ്. വിവിധ തരത്തിലുള്ള രോഗങ്ങളാണോ എന്നുള്ള സംശയവുമായി ഒപിയിൽ ഡോക്ടർമാരെ സന്ദർശിക്കുന്ന മുതിർന്ന പൗരന്മാരെ നമുക്ക് കാണാൻ സാധിക്കും. ഓരോ വിഭാഗങ്ങളുടെയും മാനസികാരോഗ്യം എത്രമാത്രമുണ്ടെന്ന അന്വേഷണത്തിൽ കേരളത്തിൽ കുട്ടികൾ, സ്ത്രീകൾ, വയോജനങ്ങൾ ഇങ്ങനെ തരംതിരിച്ചുള്ള പഠനങ്ങളൊന്നും നടന്നിട്ടില്ല. ജനസംഖ്യയിൽ പകുതിയിലധികം വരുന്ന സ്ത്രീകളിലെ മാനസികാരോഗ്യത്തെക്കുറിച്ചും പഠനങ്ങളില്ല. വിഷാദം തന്നെയാണ് സ്ത്രീകൾ നേരിടുന്ന പ്രധാന മാനസിക പ്രശ്നം. ഡിപ്രഷൻ, ഉത്കണ്ഠ രോഗങ്ങൾ, ഇതെല്ലാം സ്ത്രീകളെ സംബന്ധിച്ച് പുരുഷനേക്കാളും ഇരട്ടിയായിട്ടാണ് കാണുക. ഇപ്പം നമ്മൾ WHO കണക്ക്, ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ 41% സ്ത്രീകൾക്ക് പറയുന്നതെങ്കിൽ പുരുഷനെ സംബന്ധിച്ച് 29%. അപ്പോൾ ഏകദേശം ഇരട്ടി തന്നെ സ്ത്രീകൾക്ക് ഡിപ്രഷൻ വരാനുള്ള ഒരു സാധ്യത പുരുഷനേക്കാളുമുണ്ട്. ഉത്കണ്ഠ രോഗങ്ങളും അതുപോലെ തന്നെ. സൊമറ്റൈസേഷൻ ഡിസോർഡർ, ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്ക് അമിത പ്രാധാന്യം നൽകുകയും അതുമായി ബന്ധപ്പെട്ടുള്ള വിഷമതകളിൽ ഉഴലുന്നതും പലപ്പോഴും സ്ത്രീകളാണ് കൂടുതലായി കാണാം. സമൂഹത്തിലെ വർക്ക് ഫോഴ്സിൻ്റെ ഭാഗമായിരുന്ന, വളരെ ആക്റ്റീവായിട്ടിരുന്ന സ്ത്രീകൾ അവർ റിട്ടയർ ചെയ്യുന്നതോടുകൂടി, ജോലിയിൽ നിന്ന് വിരമിക്കുന്നതോടുകൂടി അവരുടെ വരുമാനം കുറയുന്നു. എന്നെക്കൊണ്ട് ഇനി സമൂഹത്തിന് വലിയ ഗുണമില്ല എന്നുള്ളൊരു തോന്നലുണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ആ വിഷാദം ബാധിച്ചവർ ഉൾവലിയാനൊരു ശ്രമം അവരുടെ ഭാഗത്ത് തന്നെ ഉണ്ടാകുന്നു. പിന്നെ വീടുകളിലും അതെ, അവർ പ്രായമായി വരുന്തോറും അവരുടെ റോള് മാറി വരുന്നു. കുടുംബത്തിൽ അവർ നേരത്തെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഗൃഹനാഥയായിരുന്ന ഒരാൾ അവർ പ്രായമായി വരുമ്പോഴേക്ക്, പ്രത്യേകിച്ചും ഭർത്താവ് മരിച്ച സ്ത്രീകളാണെങ്കിൽ ബെറീവ്മെൻറ്റ് വലിയൊരു ഘടകമാണ്. അപ്പോഴേക്കും അവരുടെ കുടുംബത്തിലെ റോള് മാറി വരികയാണ്. കേരളത്തിലെ മനോരോഗികളിൽ കൂടുതലും സ്ത്രീകളാണ്. വാർദ്ധക്യത്തിൻ്റെ അല്ലലുകളോട് പലപ്പോഴും ഇവർക്ക് പൊരുത്തപ്പെടാൻ കഴിയാറില്ല. മനോരോഗ ചികിത്സയോട് പുരുഷന്മാരെക്കാൾ സഹകരിക്കുന്നതും സ്ത്രീകളാണെന്ന് ആ രംഗത്തെ വിദഗ്ധർ പറയുന്നു. എന്നാൽ രോഗമുക്തി നേടുന്നവരുടെ പുനരധിവാസം ഇന്നും പരിഹാരം തേടുന്ന പ്രശ്നമായി തുടരുകയാണ്.
2015 സാമൂഹ്യക്ഷേമ വകുപ്പ് നടത്തിയ അംഗപരിമിത സെൻസസിൽ പറയുന്നത് സംസ്ഥാനത്ത് 1,983,000 മാനസിക രോഗികളുണ്ടെന്നാണ്. ഇതിൽ 52,423 പേർ സ്ത്രീകളാണ്. പുരുഷന്മാർ 48,429. പുരുഷന്മാരെക്കാൾ ചികിത്സയോട് സ്ത്രീകളാണ് സഹകരിക്കുന്നത്. എന്നാൽ മതിയായ പരിഗണന അവർക്ക് ലഭിക്കാറില്ല. ഗുരുതരമായ മാനസിക രോഗമുള്ള സ്ത്രീകളെ ആശുപത്രികളിലും പുനരധിവാസ കേന്ദ്രങ്ങളിലും ഉപേക്ഷിക്കുന്ന പ്രവണത കൂടുതലാണ്. അതായത് പുരുഷന് ഇപ്പോൾ കുടുംബനാഥന് അല്ലെങ്കിൽ കുടുംബത്തിലെ ഒരു പ്രധാന അംഗത്തിന് രോഗം വരുമ്പോൾ കിട്ടുന്നൊരു പരിഗണനയോ അല്ലെങ്കിൽ ചികിത്സയ്ക്കുള്ള ഒരു അവസരമോ ചിലപ്പോൾ അവിടെയുള്ള മറ്റ് ഉത്തരവാദിത്തങ്ങളിൽ പെട്ടുപോകുന്ന സ്ത്രീകൾക്ക് കിട്ടണം. അപ്പോൾ ഒരു ഹെൽത്ത് കെയർ ആക്സസ് തന്നെ ചിലപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ച് കുറച്ച് പിന്നിലാണെന്ന് കാണാറുണ്ട്. ഇനി അഥവാ അങ്ങനെ ഒരു മാനസിക രോഗമോ അല്ലെങ്കിൽ എന്തെങ്കിലും രോഗം ബാധിച്ചാൽ തന്നെ അവർക്ക് കിട്ടുന്നൊരു കണ്ടിന്യൂസ് കെയർ, ചികിത്സ അല്ലെങ്കിൽ അതുമായി ഉള്ള ചികിത്സാ സംവിധാനവുമായിട്ട് ഉള്ള ഒരു കണക്ഷൻ പലപ്പോഴും വീട്ടിലെ പുരുഷനോ അല്ലെങ്കിൽ മറ്റുള്ളവരോ ആയിരിക്കും തീരുമാനിക്കുക. അതായത് അവരെ ചികിത്സയ്ക്ക് കൊണ്ടുവരുന്നത്, അവർക്ക് മരുന്ന് വാങ്ങിച്ചു കൊടുക്കുന്നത്, അങ്ങനെയുള്ള പല തീരുമാനങ്ങളിലും സ്ത്രീക്ക് ചിലപ്പോൾ ഒരു റോൾ ഉണ്ടാവില്ല. അവരുടെ പ്രശ്നം മനസ്സിലാക്കിയാലല്ലേ അതിന് പരിഹാരം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. പലപ്പോഴും പ്രശ്നങ്ങൾ നമ്മൾ അറിയാതെ പോകുന്നു, വീട്ടുകാരും അറിയാതെ പോകുന്നു, സമൂഹവും അറിയാതെ പോകുന്നു. ഇവരിങ്ങനെ മാറ്റി നിർത്തപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഒരിക്കൽ മനോരോഗത്തിന്റെ പിടിയിൽപ്പെട്ടാൽ അവർക്ക് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരുവാനുള്ള സാമൂഹിക അന്തരീക്ഷം പോലും ഇവിടെയില്ല. രോഗം പൂർണ്ണമായി ഭേദമായാലും അവരെ ആശുപത്രികളിലും പുനരധിവാസ കേന്ദ്രങ്ങളിലും ഉപേക്ഷിക്കുന്ന പ്രവണത ഇപ്പോഴും നിലനിൽക്കുന്നു. രോഗികളെ ഇവിടെ ആക്കി കഴിഞ്ഞാൽ എല്ലാവരുമല്ല, കുറച്ച് പേരെങ്കിലും അവരെ ഇവിടെ ഇട്ടിട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. കൂട്ടിരിപ്പുകാർ വേണമെന്ന് പറഞ്ഞാലും അവർ ഇരിക്കാത്ത ഒരു സാഹചര്യം വരുന്നുണ്ട്. അതും നമുക്ക് മാറി തന്നെ കിട്ടണം. ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആയിരുന്നാലും ജനറൽ ഹോസ്പിറ്റലുകൾ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ കിടക്കുന്നത് പോലെ കൂട്ടിരിപ്പുകാരൂടെ ഇരുന്ന് കഴിഞ്ഞാൽ ആ രോഗം എത്രയും പെട്ടെന്ന് ഭേദമാകും എന്നുള്ള ഒരു കാര്യം കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. കമ്മ്യൂണിറ്റി ഫിറ്റ് ആയിട്ടില്ല, അവിടെയാണ് അവയർനെസ് പ്രോഗ്രാം നമുക്ക് അനിവാര്യമാണ്. അപ്പോൾ അവരുടെ സ്വന്തം ഹൗസാണെന്നും അവരുടെയൊക്കെ സ്വാതന്ത്ര്യമുണ്ടെന്നും എനിക്കിവിടെ എൻ്റേതാണെന്നും എന്നെ സ്നേഹിക്കാൻ ആളുണ്ടെന്നും ഒക്കെ ഇവരിൽ നമ്മൾ ബോധ്യം ജനിപ്പിക്കുമ്പോഴാണ് റിഹാബിലിറ്റേഷൻ ഒരു ഭാഗം, അതൊരു കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ഭാഗമാണ്. അറ്റ് ദി സെയിം ടൈം ഇവർക്ക് മെഡിക്കേഷൻ അനിവാര്യമാണ്. വൃദ്ധസദനങ്ങളിൽ കഴിയുന്നവർക്ക് സ്നേഹവും പരിഗണനയും ആണ് വേണ്ടത്. എന്നാൽ ഇത് ഗൗരവമായി എടുക്കാനും അതിനുവേണ്ട സൗകര്യങ്ങൾ ഒരുക്കാനും ഇനിയും കഴിഞ്ഞിട്ടില്ല. വൃദ്ധസദനങ്ങളിൽ എത്തുന്നവരിലധികവും സ്ത്രീകളാണ്. ഇവർ ആഗ്രഹിക്കുന്നത് സ്നേഹവും പരിഗണനയുമാണ്. പകൽ വീടുകൾ പോലെയുള്ള സ്ഥലങ്ങളിൽ റീഹാബിലിറ്റേറ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. അവർക്ക് തന്നെ ഒരു നമ്മൾ ആവശ്യമുള്ള ആൾക്കാരാണെന്നൊരു ബോധം ഉണ്ടാവും. കുട്ടികളെ നഴ്സറി സ്കൂളിൽ കൊണ്ടുവിടുന്ന പോലെ പ്രായമായ ആൾക്കാരെ രാവിലെ കൊണ്ട് പകൽ വീടുകളിൽ വിട്ട് വൈകുന്നേരം ഓഫീസിൽ നിന്ന് പോകുമ്പോൾ വിളിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാരുണ്ട്. ഇപ്പോഴും പല സ്ഥലത്തും അത് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഒരു ഷോർട്ട് ഹോം സ്റ്റേകൾ, അപ്പോൾ അവിടെ നോക്കാൻ ഇതുപോലെ കുറേ ആൾക്കാരുണ്ടാവും. അപ്പോൾ സമാന പ്രായക്കാരും സമാന ചിന്താഗതിക്കാരുമായിട്ട് അവർക്ക് ചർച്ച ചെയ്യാനൊക്കെ ഒരു സമയം കിട്ടും. അങ്ങനെയുള്ള രീതികളും നല്ലതാണ്. കൃത്യമായ പുനരധിവാസം വഴി വയോജനങ്ങളുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുവാനാകുമെന്ന് വിദഗ്ധർ പറയുന്നു. മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്കും നമ്മൾ റീഹാബിലിറ്റേഷനായിട്ട് നമ്മളിവിടെ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ നമുക്ക് വീവിങ് യൂണിറ്റ് ഉണ്ട്, നമുക്ക് ബുക്ക് ബൈൻഡിങ് യൂണിറ്റ് ഉണ്ട്, ക്യാൻഡിൽ മേക്കിംഗ് യൂണിറ്റ് ഉണ്ട്, ഇതുപോലെ ബ്രെഡ് മേക്കിംഗ് യൂണിറ്റ് ഉണ്ട്. അതുകൂടാതെ ഹിന്ദുസ്ഥാൻ ലാറ്റക്സിൻ്റെ വക പീലിംഗ് യൂണിറ്റ് ഉണ്ട്. അപ്പോൾ ഈ വക റീഹാബിലിറ്റേഷൻ ആക്ടിവിറ്റീസ് നമ്മുടെ ഈ ഹോസ്പിറ്റലിൽ നടക്കുന്നുണ്ട്. ഇനിയും മാനസിക രോഗികളുടെ പുനരധിവാസം മുന്നോട്ട് പോയിട്ടില്ല. ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രമാണ് ഈ രംഗത്ത് കൈവരിച്ചിട്ടുള്ളത്. മനോരോഗികളോടുള്ള സമൂഹത്തിന്റെ മനോഭാവം മാറുക എന്നുള്ളതാണ് ഇന്നത്തെ പ്രധാന ആവശ്യം. ഇതിനായുള്ള ബോധവൽക്കരണ പരിപാടികൾക്ക് ഇനിയും പ്രാമുഖ്യം കൈവന്നിട്ടില്ല. 5 സെന്റോളം സ്ഥലം ഇങ്ങോട്ട് കരക്കുള്ളും, ബാക്കി മുഴുവനും പുഴയെടുത്തു പോയി. 2 തെങ്ങെല്ലാം പോയിന്. തെങ്ങും ആ വെച്ച് പിടിപ്പിച്ച കരിങ്കല്ല് വരെ ഒലിച്ചു പോയിന്ന് പറയുന്നു. ജനജീവിതമുള്ള ധാരാളം തുരുത്തുകളാൽ സമ്പന്നമായിരുന്നു വളപട്ടണം പുഴ. എന്നാൽ ജനങ്ങൾ വസിച്ചിരുന്ന തുരുത്തുകളേറെയും ഇന്നില്ല. പലതും പുഴയെടുത്തുപോയി. ഇങ്ങനെ തുരുത്തുകൾ കാണാതാവുമ്പോൾ അറ്റുപോകുന്നത് ജൈവ ശൃംഖലയിലെ പല കണ്ണികളുമാണ്. പതിവ് പോലെ മനുഷ്യ ഇടപെടൽ തന്നെയാണ് ഈ നഷ്ടങ്ങളുടെയും കാരണം.
ബ്രഹ്മഗിരി മലനിരകളിൽ നിന്ന് ഉത്ഭവിച്ച് 110 കിലോമീറ്റർ സഞ്ചരിച്ച് അറബിക്കടലിലെത്തുന്ന വളപട്ടണം പുഴയുടെ സഞ്ചാരപഥങ്ങളിലെ വിവിധ ഘട്ടങ്ങളാണിത്. ഈ പുഴയിലെ തുരുത്തുകളും അവയിലെ ജൈവ വൈവിധ്യവും മറ്റൊരു പുഴയിലും കാണാത്തതാണ്. ചെറിയ തുരുത്തുകൾ പെരിയാറിലും പമ്പയിലും ഒക്കെയുണ്ടെങ്കിലും ജനവാസ കേന്ദ്രങ്ങളായ തുരുത്തുകൾ ഏറ്റവും കൂടുതലുള്ളത് ഈ പുഴയിലാണ്. എന്നാൽ ഈ തുരുത്തുകൾ ഒന്നൊന്നായി അപ്രത്യക്ഷമാവുകയാണിപ്പോൾ. ഇവിടങ്ങളിൽ പാർക്കുന്ന മനുഷ്യരുടെ ഭാവി ജീവിതത്തിനു മുന്നിൽ ഇത് ചോദ്യചിഹ്നമായി മാറുന്നു. 40ഓളം തുരുത്തുകളിൽ പലതും ഇന്ന് അപ്രത്യക്ഷമായി. മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ പുഴയിൽ 1 ഏക്കറിൽ കൂടുതൽ വിസ്തൃതിയുള്ള 24 തുരുത്തുകളാണ് ഇപ്പോഴും കാണാൻ സാധിക്കുക. പറശ്ശിനിക്കടവ് പാലത്തിൻ്റെ 2 വശത്തായിട്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന 2 തുരുത്തുകൾ ഇപ്പോഴും അപ്രത്യക്ഷമായിരിക്കുന്നു. പാലത്തിൻ്റെ തൊട്ട് വടക്ക് വശം, പാലത്തിൻ്റെ മേലെ നന്നായിട്ട് കാണാൻ പറ്റുന്ന ഒരു ചെറിയ തുരുത്തായിരുന്നു നമ്പ്രമാട് എന്ന് പറയുന്നത്. തൊട്ട് തെക്ക് വശത്ത് അതേ പാലത്തിൻ്റെ മേലെ തന്നെ കാണാവുന്ന ദൂരത്തിലുള്ള ഒരു തുരുത്തായിരുന്നു മൂശാരിമാട്. മൂശാരിമാടിൽ പച്ചക്കറിയൊക്കെ കൃഷി ചെയ്യുന്നുണ്ടായിരുന്നു ആൾക്കാർ വർഷങ്ങളായിട്ട്. നമ്പ്രമാടിലാണെങ്കിൽ 8-10 തെങ്ങുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കൺമുന്നിൽ വെച്ച് കഴിഞ്ഞ ഒരു 10 വർഷത്തിനുള്ളിലാണ് ഈ തുരുത്തുകളൊക്കെ ഇല്ലാതായത്. ഓരോ കൊല്ലവും മഴക്കാലത്ത് അങ്ങനെ വാഷ് ചെയ്ത് പോവുകയാണ്. ആഴക്കടലായി, ആഴപ്പുഴയായി, കടലിനെക്കാട്ടി ആഴായി ഈ വളപട്ടണം പുഴ. ഇതിന് പുത്തൊഴുക്കില്ല. ഇപ്പം വെള്ളപ്പൊക്കവും ഇല്ല. 2 വർഷമായി വെള്ളപ്പൊക്കം ഇല്ലാതെ. എൻ്റെ വീട്ടിൻ്റെ മേലെ കൂടി വെള്ളം പോകുന്ന കാലം 72-ൽ എനിക്ക് വെള്ളം വന്നിന്. തേറളായി, കോറളായി, കോൾത്തുരുത്ത്, പാമ്പുരുത്തി, പൂക്കുണ്ട് എന്നിവയാണ് ഇപ്പോൾ ജനവാസമുള്ള തുരുത്തുകൾ. ഇവയാകട്ടെ ഏതു നിമിഷവും പുഴയെടുക്കാമെന്ന ഭീതിയിലും. തുരുത്തുകളുടെ വിസ്തൃതി ചുരുങ്ങി വരികയാണ്. 275 ഏക്കർ വിസ്തീർണമുണ്ടായിരുന്ന കോറളായി തുരുത്ത് 200ആയി ചുരുങ്ങി. കോൾത്തുരുത്തിന്റെ 10%-ലധികം പുഴയെടുത്തു. തേർലായി തുരുത്തിൽ നിന്നും പുഴയെടുത്തത് 22 ഏക്കർ ഭൂമിയാണ്. വണ്ണാൻ തുരുത്തിന്റെ 10 ഏക്കറിലേക്കും പുഴ കയറി. 116 ഏക്കർ ഉണ്ടായിരുന്ന പാമ്പുരുത്തി ദ്വീപ് 95 ഏക്കറായി ചുരുങ്ങി. ഇപ്പോഴങ്ങനെയുള്ള വലിയൊരു ഭീഷണി നേരിടുന്നത് പാമ്പുരുത്തിയാണ്. എന്താ ഇതിന് കാരണം? പൊതുവെ ഈ ദ്വീപുകളൊക്കെ നഷ്ടപ്പെടുന്നത് പലയിടത്തും മനുഷ്യ ഇടപെടലുകൾ ആവശ്യത്തിൽ വളരെ കൂടുതലാണ്. മണ്ണ് കടത്തിക്കൊണ്ടുപോവുക, മണൽ കടത്തിക്കൊണ്ടുപോവുക, ഇങ്ങനെ നോക്കാൻ ആളില്ലാത്ത അനാഥമായി കിടക്കുന്ന പ്രദേശങ്ങളാണ് ഈ പുഴയിലെ തുരുത്തുകൾ. 5-ലധികം ഏക്കർ പോയിട്ടുണ്ടാവും. അതിൻ്റെ ചുറ്റുഭാഗം നോക്കുമ്പോൾ നമ്മളൊരു കാലത്ത് പോയി നോക്കുമ്പോൾ 5 മീറ്ററിലധികം കരയിടിഞ്ഞു പോയിട്ടുണ്ട്. 5 മീറ്ററിലധികം ഇങ്ങനെ കര പല ഭാഗത്തുമായിട്ട് ഇടിഞ്ഞു പോയിട്ടുണ്ട്. ഇല്ലാതായ തുരുത്തുകളിൽ പലതിലും ഒരു കാലത്ത് നന്നായി കൃഷി നടത്തിയിരുന്നു. ഭൂരഹിതരായ ദളിതർക്ക് സർക്കാർ പതിച്ചു നൽകിയ ഭൂമിയും പുഴയെടുത്തു കഴിഞ്ഞു. ആറോൺ തുരുത്തിലെ 11 ഏക്കർ സ്ഥലം 3 പതിറ്റാണ്ട് മുൻപ് സർക്കാർ ഭൂരഹിതരായ 65 പട്ടികജാതി കുടുംബങ്ങൾക്ക് പതിച്ചു നൽകിയിരുന്നു. ഇതിൽ പാതിയിലേറെയും ഇന്ന് പുഴയെടുത്തു. നിലവിലിവർക്ക് രേഖകളിൽ മാത്രമാണ് ഭൂമിയുള്ളത്. പക്ഷേ രേഖയിൽ ഭൂമിയുടെ അവകാശികളായതുകൊണ്ട് എല്ലാ ആനുകൂല്യങ്ങളും നിഷേധിക്കപ്പെടുകയും ചെയ്യുന്നു. അനധികൃത മണൽവാരൽ തടയണമെന്നാവശ്യപ്പെട്ട് ഇവർ പഞ്ചായത്തിനെ സമീപിച്ചിട്ടും പ്രയോജനമൊന്നും ഉണ്ടായില്ല. എനിക്ക് 10 സെന്റ് കിട്ടിയതിൽ ഇപ്പം എന്ന് പറഞ്ഞാൽ പകുതിയിലധികം ഭൂമി വെള്ളത്തിലേക്ക് പോയിട്ടാണ് ഉള്ളത്. അപ്പോൾ അത് കാരണം ഇപ്പം അമ്മേൻ്റെത് പറയാന്ന് വെച്ചാൽ നമുക്ക് 25 സെന്റ് സ്ഥലം കിട്ടിയിട്ടുണ്ട്. ആ 25 എന്ന് പറഞ്ഞാൽ ആദ്യം തെരുമ്പേ പുഴയാണ് തന്നത്. 3 തെങ്ങ് പുഴക്കുണ്ടായിരുന്നു. അപ്പോൾ 2 സ്ഥലത്തായിട്ട് സ്ഥലം കിട്ടിയിട്ടുണ്ട്. നമ്മളിപ്പം പോയി നോക്കുന്നുമില്ല, നമുക്ക് സ്ഥലം ഇല്ല. അതിൽ 5 സെന്റോളം സ്ഥലം ഇങ്ങോട്ട് കരക്കുള്ളും, ബാക്കി മുഴുവനും പുഴയെടുത്ത് പോയി. ഭൂമി ഉണ്ടോ ഇല്ലയെന്ന് നമുക്ക് പോകണ്ടിക്കലും നോക്കണ്ടിക്കും കഴിയണ്ടേ? ഒരു തോണിയില്ല. നമ്മളെ ഭർത്താവ് പിള്ളേർ എങ്ങനെയെങ്കിലും ആരെങ്കിലും തോണി എടുത്തിട്ട് പോകും. അവിടെ പുല്ല് ചെത്തും. ഇപ്പോൾ കാട് കയറി മുടിയെന്നെല്ലാം പറയുന്നു. 2 തെങ്ങെല്ലാം പോയിന്. തെങ്ങും ആ വെച്ച് പിടിപ്പിച്ച കരിങ്കല്ല് വരെ ഒലിച്ചു പോയെന്ന് പറയുന്നു. മണൽ അന്നേരം കുറേ തോണിയും ആളെല്ലാം വന്നിട്ട് മണൽ വാരിക്കൊണ്ട് പോകും. അന്നേരം പറയാനൊന്നും ആരുമില്ലല്ലോ. മണൽ മുമ്പേ എടുക്കുന്നുണ്ട്. മണൽ നമ്മളിങ്ങനെ തർക്കിച്ച് പറഞ്ഞാലൊന്നും അവർ കൂട്ടാക്കൂലപ്പോൾ അവർ വാരിയിട്ട് പോകും. കരിങ്കല്ലൊക്കെ ഇറക്കി നമ്മൾ കെട്ടിയൊക്കെ ലെവലാക്കി. ആദ്യം നമുക്ക് ഇടിഞ്ഞ് എല്ലാം ഇരുന്ന് പോയതാണ്. കെട്ടിയൊക്കെ ലെവലാക്കിയൊക്കെ വെച്ചാൽ പിന്നെ നോക്കുമ്പോൾ കുറേ കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ഈ പൂഴി വാരൽ തുടങ്ങി. പൂഴി വാരൽ തുടങ്ങിയപ്പോൾ ഞാൻ പഞ്ചായത്തിലൊക്കെ പോയിട്ട് പറഞ്ഞു, ഇങ്ങനെ പൂഴി നമ്മുടെ അടുത്തുനിന്നാണ് വരുന്നത്. അപ്പോൾ പഞ്ചായത്തിൽ തുടങ്ങിയപ്പോൾ പറഞ്ഞു 15 മീറ്റർ വിട്ടിട്ട് പൂഴി വരുന്നതിൽ നിങ്ങൾ കംപ്ലയിൻറ്റ് ചെയ്താൽ മതി, അത് നമുക്ക് ഓർഡറാണ്, ഗവൺമെൻറ് ഓർഡറാണ്.
അങ്ങനെ നമ്മളൊരാളെ ഇങ്ങനെ കാവലൊക്കെ കിടന്ന് ഒരു ദിവസം പോയി നോക്കുമ്പോൾ അടുത്തുനിന്ന് തന്നെ പൂഴി വരുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് പോകുമ്പോൾ ഇത് ഇരുന്നിരുന്നിട്ട് നമ്മളെ കെട്ടിയത് എല്ലാം അറിയൂ. ബാക്കി ഇടിഞ്ഞിടിഞ്ഞ് കുറേ തെങ്ങുകൾ പോയി. ഇപ്പോൾ കര ഒരു വിധം ഇടിഞ്ഞിടിഞ്ഞിട്ട് കുറേ പോകുന്നുണ്ട് കൊല്ലത്തിലും. അപ്പോൾ പിന്നെ ഞാൻ പഞ്ചായത്ത് പോയി, പഞ്ചായത്ത് പറഞ്ഞ് അതിപ്പോൾ നമ്മളെങ്ങനെ ചെയ്യാം, നമുക്ക് ഗവൺമെൻറ് കിട്ടിയ ഓർഡർ പ്രകാരം അത് വരുന്നു എന്ന് പറഞ്ഞു. ഓരോ തുരുത്തും ഇല്ലാതാവുന്നതോടെ അതിനെ ചുറ്റിപ്പറ്റി നിലനിന്നിരുന്ന ജീവജാലങ്ങളും ഇല്ലാതാകുന്നു. നിരവധി തരം പക്ഷികളും മത്സ്യങ്ങളും അപ്രത്യക്ഷമായി കഴിഞ്ഞു. നമ്മുടെ ഈ ജീവജാലങ്ങൾക്ക് പലതിനും ഉള്ള വാസസ്ഥാനം, ഹാബിറ്ററ്റ് നഷ്ടപ്പെടുന്നു. കാരണം ആ ഒരു പ്രത്യേക വാസസ്ഥാനത്ത് ജീവിക്കേണ്ടുന്ന ജീവികളുണ്ട്. അവയ്ക്ക് വേണ്ടുന്ന വാസസ്ഥാനം നഷ്ടപ്പെടുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, മനുഷ്യന് തന്നെ ആവശ്യമുള്ള പല ജീവികളും ഇതുമൂലം നഷ്ടപ്പെടുകയാണ്. കാരണം ഈ തുരുത്തിൻ്റെ അടുത്ത് തന്നെ ധാരാളം ചെമ്മീനും അതുപോലെയുള്ള ചില ഭക്ഷ്യവസ്തുക്കളൊക്കെ മനുഷ്യന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഈ തുരുത്ത് പോകുന്നതോടുകൂടി അത്തരം സംഗതികൾ നഷ്ടപ്പെടുന്നു. പിന്നെ ഈ ദേശാടനക്കിളികൾ, അവയ്ക്ക് വന്ന് ഇരിക്കാനുള്ള ഒരു സ്ഥാനം, കാരണം എത്രയോ കിലോമീറ്ററുകൾ അകലെ നിന്ന്, ചിലപ്പോൾ സൈബീരിയയിൽ നിന്നോ അല്ലെങ്കിൽ അലാസ്കയിൽ നിന്നോ ഒക്കെ വരുന്ന പക്ഷികൾ, അവയ്ക്ക് ഓരോ വർഷവും ആ വരുന്ന പക്ഷികൾ ഒരേ സ്ഥാനത്തേക്ക് തന്നെയാണ് എത്തിച്ചേരുന്നത്. അവയ്ക്ക് വേണ്ടുന്ന ആഹാര സമ്പാദനത്തിനും മറ്റും അവിടെ എത്തിച്ചേരുമ്പോൾ അവിടെ ആ ഒരു തുരുത്തൊക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിനു വേണ്ടുന്ന വാസസ്ഥാനവും നഷ്ടപ്പെടുന്നു. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. തുരുത്തുകൾ പുഴയെടുക്കുന്നതിന് വേഗത കൂടുകയാണ്. അത് ലംഘിക്കുന്നവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുവാനും ബാധ്യതയുള്ളവർ ഇത് ഗൗരവത്തിൽ എടുത്തതായി തോന്നുന്നില്ല. ഈ സമീപനം തുടർന്നാൽ ഇപ്പോൾ ജനങ്ങൾ ജീവിക്കുന്ന തുരുത്തുകളും വിദൂര ഭാവിയിൽ ഇല്ലാതാകും. എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തിൽ 1000 പേരെങ്കിലും ഈ ബദ്ലേഹം അഭയഭവനിൽ നോക്കണമെന്നാണ് എൻ്റെ മനസ്സിൽ. ആലംബമില്ലാത്ത 400-ലധികം പേർക്ക് അമ്മയായ മേരി എസ്തപ്പാൻ്റെ വിശേഷങ്ങളാണ് ഇനി. ആ വിശേഷങ്ങൾ കാണാൻ പെരുമ്പാവൂരിലെ ബദ്ലഹേം അഭയഭവനിലേക്ക് ബിയോണ്ട് ദ ഹെഡ്ലൈൻസ് പ്രേക്ഷകരെ ക്ഷണിക്കുന്നു. നാട്ടിലുള്ള എല്ലാ ജനവും കൂടി എന്നെ കുറേ പരിഹസിച്ചു. കാരണം ഇലക്ഷനിൽ നിന്ന് മേരി ചേച്ചി ധ്യാനം കൂടാൻ പോയി, ധ്യാനം കൂടി ഭ്രാന്ത് പിടിച്ച് ഒരു ഭ്രാന്തിനെയും കൊണ്ട് വന്നു എന്നും പറഞ്ഞ് എല്ലാവരും കൂടി എന്നെ കളിയാക്കി. തെരുവോരങ്ങളിൽ ഉപേക്ഷിക്കപ്പെട്ടവർക്കും മാനസികാസ്വാസ്ഥ്യം അനുഭവിക്കുന്നവർക്കും മേരി എസ്തപ്പാൻ തണലായിട്ട് വർഷങ്ങളേറെയായി. ബത്ലഹേം അഭയഭവനിലെ 400-ലധികം അന്തേവാസികൾക്ക് അമ്മയാണ് മേരി എസ്തപ്പാൻ. നിരാലംബർക്ക് അഭയമാകാൻ സർവശക്തൻ തെരഞ്ഞെടുത്തതാണ് തന്നെയെന്ന് മേരിയമ്മയും കരുതുന്നു. എങ്ങനെ അവർ തെരുവിൽ വരുന്നു, അല്ലെങ്കിൽ എങ്ങനെ അവർ ആയിപ്പെടുന്നു, ഈ രോഗാവസ്ഥയിലേക്ക് അവരെങ്ങനെ കടന്നു പോകുന്നു, അവരുടെ വിഷമങ്ങൾ എന്താ, ഇതൊന്നും ആരും മനസ്സിലാക്കാൻ തുനിഞ്ഞിറങ്ങാറില്ല. അപ്പം അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തിൽ 1000 പേരെങ്കിലും ഈ ബദ്ലേഹം അഭയഭവനിൽ നോക്കണമെന്നാണ് എൻ്റെ മനസ്സിൽ. ചുണ്ടിണയുണ്ട് നല്ല മഞ്ചുള്ള താമര ചുണ്ട്. പെരുമ്പാവൂരിനടുത്തുള്ള കൂവപ്പടി എന്ന ചെറിയ ഗ്രാമത്തിലുള്ളവർക്കൊഴിച്ചാൽ ബത്ലഹേം അഭയഭവനെക്കുറിച്ച് അധികമാർക്കും അറിയില്ല. അത് പരസ്യപ്പെടുത്താൻ മേരിയമ്മയ്ക്കും ആഗ്രഹമില്ല. നന്മയുടെ മറ്റൊരു പേരായി അഭയഭവൻ മാറിയതിനെക്കുറിച്ച് മേരിയമ്മ പറയുന്നതിങ്ങനെ. കോഴിവളർത്ത് ഷെഡിലാണ് 1998 ജനുവരി 5-ാം തീയതി ഉച്ച കഴിഞ്ഞ് 4 മണിക്കാണ് 3 അച്ഛന്മാരുടെ സാന്നിധ്യത്തിലും കുറേ സിസ്റ്റേഴ്സിൻ്റെ സാന്നിധ്യത്തിലും നമ്മുടെ നാട്ടിലെ കുറേ അംഗങ്ങളുടെ സാന്നിധ്യത്തിലുമാണ് ഈ സ്ഥാപനം ഉദ്ഘാടനം ചെയ്തത്. അന്ന് എനിക്ക് പെരുമ്പാവൂരിൽ നിന്ന് ഒരു കുട്ടീനെയും കൂടി കൊണ്ടുവന്നു. ആ കുട്ടിയുടെ പേര് മോളി എന്നാണ്. ഈ അപ്പച്ചനെ കൂടാതെ ആ ഒരു മോളെയും കൂടി കൊണ്ടുവന്നു. അതുകൂടാതെ തന്നെ പിന്നെ പിറ്റേ ദിവസം മുതൽ ഒത്തിരി പേര് ഈ ഭവനത്തിലേക്ക് കടന്നു വരാനായിട്ട് സാധിച്ചു.
400 എന്ന് പറയുന്ന നമ്പർ ആൻറ്റിയെ സംബന്ധിച്ചിടത്തോളം നിസ്സാരമാണ്. അവർ ആൻറ്റി ഇപ്പോഴും പറയുന്നത് 1000 പേര് വേണം എന്നുള്ളതാണ്. ഈ 1000 ആളുകളെയും എത്തണമെന്നുണ്ടെങ്കിലും അഭയാഭവനിലോട്ട് ആളുകൾ എത്തണമെന്നുണ്ടെങ്കിൽ അഭയാഭവൻ പുറത്തോട്ട് എത്തേണ്ടിയിരിക്കുന്നു. അതിനാണ് നമ്മളെല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സർക്കാരിൽ നിന്നും പ്രദേശവാസികളിൽ നിന്നും ചെറിയ സഹായങ്ങൾ അഭയാഭവന് ലഭിക്കുന്നുണ്ട്. കൂടാതെ മേരിയമ്മയുടെ വിദേശത്തുള്ള മക്കളും സഹായം നൽകുന്നുണ്ടെങ്കിലും അന്തേവാസികളുടെ ദൈനംദിന ആവശ്യങ്ങൾക്കും ചികിത്സയ്ക്കും മതിയാവാതെ സാമ്പത്തികമായി ബുദ്ധിമുട്ടിലാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ. ഗ്ലാസ് പെയിന്റിംഗ്, തയ്യൽ തുടങ്ങിയ ജോലികളിൽ ഏർപ്പെട്ട് സ്വന്തമായി വരുമാനം കണ്ടെത്തുന്നവരും അഭയാഭവനിലുണ്ട്. വൃദ്ധരായവർക്ക് കൂടുതൽ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ നൽകണമെന്നാണ് മേരിയമ്മയുടെയും ആഗ്രഹം. അപ്പൊ ഇത്രയും പേര് കഴിയാനായിട്ട് ഞങ്ങൾക്ക് എങ്ങനെയാന്ന് ചോദിച്ചാൽ എനിക്ക് ഒരു പിടുത്തവും ഇല്ല. പക്ഷെ വളരെ സന്തോഷം. ആരൊക്കെ തെരുവിൽ നിന്ന് വന്നാലും അന്നൊരു മകൻ വന്നു അല്ലെങ്കിൽ ഒരു മകള് വന്നു, നമുക്കൊരു കുഞ്ഞുണ്ടാവണ പോലെ തന്നെയാണ് ഒരു മകനോ ഒരു മകളോ തെരുവിൽ നിന്ന് നമുക്ക് കിട്ടുമ്പോൾ. ഒരു ടെമ്പററി ഷെൽട്ടർ മാത്രം നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഓരോ 10 പേർക്കും ചേരുമ്പോൾ ഒരു കുടുംബം ഉണ്ടാവണം, അല്ലെങ്കിൽ ഒരു വീടുണ്ടാവണം. അതിനവരെ നോക്കാനായിട്ട് ഒരു ആയ ഉണ്ടാവണം. അങ്ങനെ ഒരു താമസിക്കാനുള്ള ഒരു സെറ്റപ്പ് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതാണ് നമ്മളുടെ പ്രൈമറി ആയിട്ടുള്ളൊരു ലക്ഷ്യം. 2, ഇപ്പോൾ അവർ ഉപയോഗിച്ച വസ്ത്രങ്ങളൊക്കെയാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ അതിൽ നിന്ന് മാറണം. എല്ലാ പ്രയാസങ്ങൾക്കിടയിലും ഇവിടുത്തെ അന്തേവാസികളുടെ സ്നേഹത്തിലും നിഷ്കളങ്കമായ പുഞ്ചിരിയിലുമാണ് മേരിയമ്മ സന്തോഷം കണ്ടെത്തുന്നത്. ജീവിതത്തെക്കുറിച്ച് പരാതികളും പരിഭവവും ഒന്നുമില്ലാതെ നമുക്കിടയിൽ തിരിച്ചറിയാതെ പോകുന്ന നന്മകളിൽ ഒരു പേര് മാത്രമാണ് മേരിയമ്മയുടേത്. ഈ ലക്കം ബിയോണ്ട് ദ ഹെഡ്ലൈൻസ് ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം മീഡിയ 1-ൽ. നന്ദി, നമസ്കാരം.